ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. അപ്പോൾ മീഡിയം ഹീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അധികം തീ കൂട്ടാതെ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക, അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഒരു 1.5 കപ്പ് നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ട്, വല്ലാതെ അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അധികം മുളക് വേണമെങ്കിൽ ഇപ്പം നാളികേരത്തിൻ്റെ കൂടെ ചേർക്കാം. വേറെ ജീരകമോ വേറെ മസാലകളോ ഒന്നും ചേർക്കണില്ല. വെറും നാളികേരവും പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്തിട്ട് അത് കറിയിൽ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളുടെ അവിയൽ റെഡിയാണ്. നിങ്ങൾക്ക് കാണാം ഒരുവിധം വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിൽ കടുക് വറുത്തിടേണ്ട ആവശ്യമില്ല. അവിയലിൽ കടുക് വറവിടില്ല. അതിൽ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് നല്ല